ഇന്ന് രച്ചുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് രച്ചുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. എന്തോ ഭയങ്കര സന്തോഷം. ഒരു വർഷം എങ്ങനെ പോയി എന്ന് തന്നെ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് ബർത്ത്ഡേ വ്ളോഗാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എത്രത്തോളം വിഷ്വൽസ് കിട്ടും എന്നൊന്നും അറിയത്തില്ല. കാര്യം ഞാൻ ഈ ആൾ കൂടുമ്പോൾ ഫോണിലെ ക്യാമറ ഓണാക്കാൻ കുറച്ച് ഞാൻ കോൺഷ്യസ് ആണ്. സോ എന്നെക്കൂടി പറ്റുന്ന രീതിയിൽ വിഷ്വൽസ് എടുത്താൽ ഇതൊരു വ്ളോഗായിട്ട് വരും. ഇല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ഞാൻ ബർത്ത്ഡേയുടെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് അവൻ്റെ ബർത്ത്ഡേക്ക് ജന്മനാളിന് കൂടെ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ചു എൻ്റെ ബർത്ത്ഡേക്ക് രാവിലെ അമ്പലത്തിൽ അവനെയും കൊണ്ടൊന്ന് പോകണമെന്ന്. സോ നമ്മൾ മൂന്നുപേരും കൂടി ഒന്ന് ക്ഷേത്രത്തിലൊക്കെ ഒന്ന് തൊഴുതിട്ട് ബാക്കി വിശേഷങ്ങൾ വന്നിട്ട് പറയാം. അല്ലെങ്കിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷ്വൽസ് ഉണ്ടെങ്കിൽ അതും കൂടെ എന്നോട് ആഡ് ചെയ്യാം. ശരി, രച്ചു ഓൾറെഡി റെഡിയായിട്ട് താഴെ ഇരിക്കുകയാണ്. ഞാൻ റെഡിയായി. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഇതുവരെയായിട്ട് കുളിച്ചു പോലും ഇറങ്ങിയില്ല. ഇനി എപ്പോൾ പോകാനാണെന്തോ. നട അടയ്ക്കുന്നതിന് മുന്നേ എത്തണമെന്നാണ് ആഗ്രഹം. എത്തിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നേരെ ശാർക്കര അമ്പലത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ 11 മണി വരെ ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം ചിലപ്പോൾ പെട്ടെന്ന് ഇറങ്ങുമായിരിക്കും. നമുക്ക് നോക്കാം. ഓക്കെ, ബൈ. ബർത്ത്ഡേ ബോയ് പുതിയ ഡിഷൊക്കെ ഇട്ട് വെയിലെടുക്കുന്നു. ഫോട്ടോ അല്ല തണി, ഇത് വീഡിയോ. ഹായ് പറ. ഹായ്. എന്താണ് വിശേഷം? എന്നാലും കട്ട് എന്തരടി എടി, ഇന്ന് തനിയുടെ ബർത്ത്ഡേ. സോറി, ദച്ചുവിൻ്റെ ബർത്ത്ഡേ. ഓക്കെ, ഒന്നും കൂടെ ചോദിക്കുകയാണേ. തനി, ഇന്ന് എന്താണ് വിശേഷം? സോ അങ്ങനെ ഫൈനലി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എൻ്റെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിലാണ് ആദ്യം പോയത്. അവിടെ അഫ്കോഴ്സ് നട അടച്ചു. ശേഷം നമ്മൾ വേറൊരു ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണിത്. ഇത് നമ്മളെ നാട്ടിലെ കാഴ്ചകളാണ് കേട്ടോ. നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ് എൻ്റെ നാട്. നമ്മുടെ സ്വന്തം നാടായതുകൊണ്ട് പുകഴ്ത്തി പറയുന്നതല്ല. നമ്മുടെ നാട്ടിലൊരു രണ്ടാമത്തെ ക്ഷേത്രമാണ് അടച്ചത്. മുല്ലശ്ശേരി ക്ഷേത്രം. 2 ക്ഷേത്രത്തിൽ പോയി. പറ, നമ്മുടെ നാട്ടില് 9:30 അടയ്ക്കും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. എന്തോന്നിന്റെ മാർച്ചത്? അതൊന്നും കേട്ടില്ല. ശരി, ആ ഓക്കെ. അങ്ങനെ നമ്മുടെ ശാർക്കര ദേവി ക്ഷേത്രം, ശാർക്കര ദേവി ക്ഷേത്രം തന്നെ കറക്റ്റ് തന്നെ ഞാൻ പറഞ്ഞു. എന്ത് പറ്റിയത്? ഇവിടെ കൂടുതലും പറമ്പുള്ളപ്പോഴേക്കാണ് വന്നിട്ടുള്ള. അങ്ങനെ തൊഴുവാനായിട്ട് അങ്ങനെ വരുന്ന കുറവാണ്. കുമ്പിയും കൊണ്ട് വന്നിട്ടില്ല. ലാസ്റ്റ് വന്ന് എപ്പോഴെന്നറിയാമോ? അന്ന് കുമ്പി ചെറുക്കാൻ വയറ്റിലായിരുന്നു. അതിന്റെ ഫോട്ടോ കാണിച്ചു തരാം. അമ്പലട്ടീന് പൂവൊക്കെ കിട്ടി. ചുണ്ടമണിയായി. വീഡിയോ എടുക്കണം, ചിരിച്ചോണ്ടിരിക്കണം. അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞു. എടുക്കണോ തനി? ചാടാൻ പറ്റുമോ നിനക്ക്? അയ്യോ
വീട്ടിൽ പോയിട്ട് എന്തൊരു ശ്രീ പരിപാടി പ്രത്യേകിച്ചൊന്നുമില്ല, ഇനി വൈകിട്ടുള്ള പരിപാടി. പോവാം. അങ്ങനെ പിന്നെ വീടൊക്കെ എത്തി ഒരു ഉച്ചരയൊക്കെ ആയതിനു ശേഷം ഒന്ന് പുറത്തൊന്ന് നോക്കിയപ്പോൾ ഡെക്കറേഷൻ്റെ ആളൊക്കെ വന്നിരുന്നു. സോ പിന്നെ ഡെക്കറേഷൻ്റെ പണിയൊക്കെ ആയിരുന്നു. ഇതേത് പെണ്ണും ചെറുക്കന് ഈ ഫ്ലെക്സിൻ്റെ മോഡലൊക്കെ ഞാനാണ് കൊടുത്തത്. അതിൻ്റെ പണി എനിക്ക് പിന്നെ മനസ്സിലായിരുന്നു. മുകളിൽ നിന്ന് നോക്കിയപ്പോഴാണ് പണിയുടെ ഒരു ഏകദേശം ഒരു ധാരണ എനിക്ക് കിട്ടിയത്. കാരണം ഈ എലൻ എന്നെഴുതിയിരിക്കുന്ന പേര് നല്ല അങ്ങോട്ട് താഴെ ആയിപ്പോയി. അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഇന്നായപ്പോൾ ഫോണ് ഭയങ്കര സ്റ്റക്കടി. എനിക്കറിയാമായിരുന്നു ഇന്ന് പണി തരും. ഇതാണ് ഡെക്കറേഷൻ്റെ ഫൈനൽ ലുക്ക്. ഇനി കുറച്ച് പണിയുടെ ഉണ്ട്. എന്താണ് ബർത്ത്ഡേ ആണോ? ഒരു നല്ലൊരു ഉറക്കം ഉറങ്ങി എണീച്ചിരിക്കണം. സോ ഇവിടുത്തെ സെറ്റപ്പുകൾ കാണിച്ചു തരാം. അവിടെ 2 സെറ്റ് ടേബിളിട്ട് നല്ല കാര്യമുണ്ടോ. ഇവിടെ 2 സെറ്റ് ടേബിൾ. നമ്മുടെ ഡെക്കറേഷൻ ചെരുപ്പൊക്കെ എടുത്ത് മാറ്റണം. ഭയങ്കര സെറ്റപ്പാണല്ലോ. എങ്ങനെയുണ്ട് ഡെക്കറേഷൻ? എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ബലൂണ് പറഞ്ഞായിരുന്നു, പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നും. ബലൂണൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകില്ലേ, ആണെക്കാലം തന്നെ നല്ലത് അല്ലേ? അഥവാ ബലൂണെങ്ങാനും ഇടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയാ പിന്നെ ഇവൻ്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ദിസ് ഈസ് ബെറ്റർ. ഡ്രസ്സ് ഒരു ബ്ലൂവും എൻ്റെതൊരു ലാവൻഡർ ഷെയ്ഡുമാണ്. അപ്പം എത്രത്തോളം വിസിബിൾ ആണെന്ന് പറഞ്ഞൂടാ, മുകളിലോട്ടൊരു ചെറിയ ലാവൻഡർ ഷെയ്ഡുണ്ട്. ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ്. ഞാനാണ് ഫ്ലെക്സ് കൊടുത്തത്. ഇവൻ്റെ പേര് നല്ല അങ്ങ് താഴെ ആയിപ്പോയി. അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. അതർവൈസ് നല്ല രസമുണ്ട് കാണാൻ. ഭയങ്കര സെറ്റപ്പാണല്ലോ. ഒരു ഒന്നൊക്കെ ഉണ്ട് ഇവിടെ. ഇനി ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം, അല്ലെങ്കിൽ വൈകിട്ട് കാണാം. ബൈ ബൈ പറ. നോട്ട് ഇൻട്രസ്റ്റഡ്. അപ്പോൾ പിന്നെ വൈകിട്ടതിന് ശേഷം പതുക്കെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇതായിരുന്നു നമ്മുടെ കേക്കൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ സെപ്പറേറ്റ് കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4 kg സെപ്പറേറ്റ് പറഞ്ഞു. ഒരു 1 kg കേക്ക് കട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരുന്നത്. എല്ലാം നല്ല ഫുഡും എല്ലാം നല്ല ഇതായിട്ട് പോയി. എനിക്കത് കഴിഞ്ഞ് ഫോൺ എടുക്കാനോ വ്ളോഗ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. ഒന്നാമത് ഞാൻ സാരിയായിരുന്നു. എൻ്റെ ഇടയിൽ ഫോണും ഇവനെയും കൂടെ പിടിക്കുന്നത് നടക്കുന്ന കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു കസിനാണ് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പതുക്കെ ആളുകളൊക്കെ വന്ന് തുടങ്ങി. നമ്മുടെ ബന്ധുക്കളും കസിൻസും ഒക്കെ വന്നായിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ കേക്ക് കട്ടിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. ഹായ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ഫങ്ഷനൊക്കെ കഴിഞ്ഞു. ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എൻ്റെ മോൻ കുറച്ച് കോപ്പറേറ്റീവ് അല്ലായിരുന്നു. അവൻ കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. സോ അതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ് വ്ളോഗായിട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് വിഷ്വൽസ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ദെൻ ഇന്ന് ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഞാൻ ഗിഫ്റ്റ് അൺബോക്സിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒന്നിനുള്ള മൂഡില്ലായിരുന്നു. ഞാനും ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. സോ ഡെക്കറേഷനൊക്കെ നല്ലതായിരുന്നു, ഫുഡും ഒക്കെ നല്ലതായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ഞാൻ വിചാരിച്ച രീതിയിൽ വീഡിയോസ് എടുക്കാനോ, പിന്നെ എൻ്റെ ഫോണ് പഴയ പോലെ സഹകരണം കുറവാണ്. ഒന്നാമത്തെ കേസ് സ്റ്റോറേജിൻ്റെ വിഷയം. ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് ഫോൺ സ്റ്റക്കാവുന്നുണ്ടായിരുന്നു. സ്റ്റോറേജ് ഫുള്ളൊന്നും കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേ ഫങ്ഷൻ ഞാൻ വിചാരിച്ച രീതിക്ക് ഒരു വ്ളോഗാക്കാനൊന്നും പറ്റിയില്ല. വ്ളോഗ് എടുക്കാനുള്ളൊരു മൂഡൊന്നും ഇപ്പം ഇല്ല.
അതുകൊണ്ട് ഞാനൊരു ബ്രേക്ക് എടുത്താലോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു അതിശക്തമായൊരു തിരിച്ചു വരവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പറച്ചിൽ മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നത്. എടുത്തു വച്ചിരിക്കുന്നെങ്കിലും നിങ്ങളെയൊക്കെ കാണിച്ചു തരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ബാലൻസും കൂടെ എടുത്തത്. അപ്പം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഒരു ബായ്. ഞാൻ മിസ് ചെയ്യും വ്ളോഗിങ്ങൊക്കെ, ബട്ട് തിരിച്ചു വരാം. അപ്പം ശരി, ഓക്കെ, ബായ്.